IT വിന്നർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ വെബ് ഡിസൈനിങ് എന്ന ഒന്നാമത്തെ പാഠത്തിലെ വീഡിയോകളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒന്നാമത്തെ പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കി അല്ലേ. കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തു. റെക്ടാങ്കിൾ വരച്ചു, വ്യത്യസ്തമായ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്തു, അതിന് വ്യത്യസ്ത ഫോണ്ട് ഫാമിലി, കളറുകൾ എന്നിവയൊക്കെ നൽകി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു SVG ഫയലായിട്ട് അല്ലേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുകയാണ് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കാം, സ്ക്രീനിലേക്ക് ഒന്ന് നോക്കുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോസ്റ്റർ ഓപ്പൺ ചെയ്യാൻ ഹോം ഓപ്പൺ ചെയ്യുക. സ്റ്റുഡൻസ് വർക്ക്സ് 10 ഡബിൾ ക്ലിക്ക് അടിക്കുക. അതിനെ ഓപ്പൺ ചെയ്തു. ഞാൻ 10B എന്ന പേരിലൊരു ക്രിയേറ്റീവ് ഫോൾഡർ ഉണ്ടാക്കിയിരുന്നു. 10Bയിൽ poster.svg ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഡബിൾ ക്ലിക്ക് അടിച്ച് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക. ഇതിലിപ്പോൾ നമുക്ക് ഇനി വേണ്ടുന്ന കാര്യങ്ങൾ ഇതിൽ എഡിറ്റ് ചെയ്യാനോ കൂട്ടിച്ചേർത്താനോ ഒന്നും കഴിയില്ല അല്ലേ. നമുക്ക് വീണ്ടും ഇത് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്യണം? ഇങ്ക്സ്കേപ്പിലൂടെ ഓപ്പൺ ചെയ്യണം, സോഫ്റ്റ്വെയറിൽ കൂടെ ഓപ്പൺ ചെയ്യണം. ശ്രദ്ധിക്കാം അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനൊരു ബോക്സ് ഇവിടെ വന്ന് ഇതിൽ ഇങ്ക്സ്കേപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കാണില്ല. ഇവിടെ ഇങ്ക്സ്കേപ്പ് കണ്ടില്ല വെച്ചിട്ട് നിങ്ങൾ ക്യാൻസൽ അടിച്ച് പോകരുത്. നമ്മൾ എങ്ങനെ ചെയ്യണം? താഴെ ഉണ്ട് വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് അടിക്കുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാക്കി വെച്ചൊരു പോസ്റ്റർ. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ പോസ്റ്ററിൻ്റെ ഈ കളറില്ലേ മക്കളെ, ബ്ലാക്ക് കളറാണ് നമ്മൾ കൊടുത്തിരുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം ഇങ്ങനെ ഒരു സെയിം കളറാണ്. അപ്പം ഞാൻ ആ കളറാക്കി വെച്ചു കേട്ടോ. ഇതാണ് എനിക്ക് നന്നായി തോന്നുന്നത്. കളറാക്കാൻ പ്രയാസമൊന്നുമില്ല. താഴെ സെലക്ട് ചെയ്തിട്ട് താഴെ കളർ പാലറ്റിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ശ്രദ്ധിക്കാം. ഇതുപോലൊരു ചിത്രം കൊണ്ടുവരണം, ഒരു പ്രാവിൻ്റെ ചിത്രം കൊണ്ടുവരണം. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കുക കേട്ടോ. ഇതേപോലൊരു ചിത്രം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പോകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ എൻ്റെ ക്ലാസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്നല്ല, ഒരു നോട്ടും പെന്നൊക്കെ എടുത്ത് ഇരിക്കുക കേട്ടോ. പ്രധാന പോയിൻറ്റുകളൊന്ന് കുറിച്ചിടുക. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ ലാബിൽ പോയി ചെയ്യുമ്പം ആ നോട്ട് നിങ്ങൾക്ക് വളരെ ഉപകരിക്കും കേട്ടോ. പിക്ചർ ഇതിലേക്ക് കൊണ്ടുവരാൻ ഇൻസേർട്ട് പിക്ചർ എന്ന് വേണമെങ്കിൽ സൈഡ് ഹെഡിങ് കൊടുക്കുക. ഇത് പിക്ചർ കൊണ്ടുവരുന്ന മാർഗ്ഗങ്ങൾ താഴെ ഏരോക്കിയിട്ട് എഴുതിക്കുക. നോക്കുക, ഫയൽ, ഓപ്പൺ ക്ലിക്ക്. മനസ്സിലായല്ലോ? ഫയൽ ഓപ്പൺ, ഹോം, സ്കൂൾ_റിസോഴ്സസ് ഡബിൾ ക്ലിക്ക് അടിക്കുക, അല്ലെങ്കിൽ ഓപ്പൺ കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഡബിൾ ക്ലിക്ക് അടിച്ചു. ക്ലാസ് 10 വീണ്ടും ഓപ്പൺ ആക്കുക. ഡബിൾ ക്ലിക്ക് അടിക്കുക, അല്ലെങ്കിൽ ഓപ്പൺ കൊടുക്കുക. അതാ നമ്മളെ ചിത്രം അതവിടെ കാണാം. ഏത് ചിത്രമാണോ പറഞ്ഞത് ആ ചിത്രം സെലക്ട് ചെയ്യുക, ഓപ്പൺ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ ചിത്രം വന്നത് വേറൊരു പേജിലാണ്. ഈ ചിത്രത്തിനെ നമുക്ക് നമ്മളെ പോസ്റ്ററിലേക്ക് എത്തിക്കണം. അതിൻ്റെ മാർഗം ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു കോപ്പി ചെയ്യാൻ 3 മാർഗ്ഗങ്ങളുണ്ട് മക്കളെ, എഴുതിയെടുക്കുക എന്ന് പറഞ്ഞിരുന്നു. കോപ്പി ചെയ്യലും ഗ്രൂപ്പ് ചെയ്യലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠത്തിൽ കേട്ടോ. അപ്പോൾ അത് തിയറിക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസൊക്കെ ആവും തിയറിക്ക് ഉണ്ടാവുക. ആദ്യം തന്നെ നമ്മൾ ഇതിനൊന്ന് സെലക്ട് കൊടുക്കുക, പ്രാവിനെ സെലക്ട് കൊടുക്കുക. ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക.
ഇനി 2-3 മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് റൈറ്റ് ബട്ടൺ കോപ്പി അല്ലേ, അടുത്തത് എഡിറ്റ് കോപ്പി ഷോർട്ട് കട്ട് Ctrl+C. ഞാൻ എഡിറ്റിൽ കോപ്പി എടുത്തു. ഇനി നമുക്ക് ഈ പേജ് ഒന്ന് ഇവിടെ മിനിമൈസ് ചെയ്ത് വെക്കാം. വീണ്ടും ഞാൻ എഡിറ്റിലേക്ക് പോയി പേസ്റ്റിൽ ക്ലിക്ക് ചെയ്തു. ചിത്രം ഇവിടെ വന്നു. ചിത്രത്തിന് ഇപ്പോൾ തൽക്കാലം ഒരു മാറ്റം കൊടുക്കണ്ട, ചിത്രം ഇവിടെ നിൽക്കട്ടെ, നമുക്ക് അവസാനം കൊടുക്കാം മാറ്റങ്ങളൊക്കെ കേട്ടോ. ചിത്രം എടുക്കുന്ന രീതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫയൽ ഓപ്പൺ, എവിടെ പോകണം? ഹോമിൽ, സ്റ്റുഡൻസ് വർക്ക്സ് 10ൽ, ക്ലാസ് 10ൽ നമുക്ക് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ക്ലിയർ ആയോ? ശ്രദ്ധിക്കുക. ഇനി അടുത്തത് എന്താ വേണ്ടതെന്ന് നോക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒലീവ് ഇലകൾ വേണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ ഒരു വര വരയ്ക്കണം. വരേനെ ഇവിടെ നിന്നിട്ട് ആദ്യം കുറച്ച് വളയ്ക്കണം, പിന്നെ ഇങ്ങോട്ടും വളയ്ക്കണം. ഇതേ രൂപത്തിലൊരു വര വരച്ച് ഇതേ രൂപത്തിലാക്കണം. സ്റ്റെമ്പ് അതിൻ്റെ തണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സൈഡ് ഹെഡിങ് ഇട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവണ ഭാഷയിൽ നിങ്ങൾ എഴുതിയെടുക്കുക. നോക്കാം. ഒരു വര വരയ്ക്കാൻ വേണ്ടി ടൂൾ ബോക്സിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ടൂൾ ബോക്സിലെ ഈ ടൂളാണ്. ടൂളിൻ്റെ നേരെ മൗസ് പോയിൻ്റർ എത്തിക്കുമ്പോൾ അതിൻ്റെ പേര് കാണിച്ചു തരും, ഷോർട്ട് കട്ടും കാണിച്ചു തരും. ഡ്രോ ബെസിയർ ടൂൾ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു വര വരച്ചെടുത്ത് ആദ്യം ക്ലിക്ക് ചെയ്ത് വരച്ചിട്ട് താഴെയും ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനൊരു സംഭവം എൻ്റെ പിന്നാലെ വരുന്നുണ്ട് അല്ലേ. ഇതിനിവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾ കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്താണ്? കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്തു. ഇനി ഇതിനെ വളയ്ക്കണം അല്ലേ. അത് ഇങ്ങോട്ട് വളയ്ക്കണം, പിന്നെ ഇങ്ങോട്ട് വളയ്ക്കണം. അതിന് വേണ്ടി രണ്ടാമത്തെ ടൂളായ പേര് കാണിച്ചു തരും, ഷോർട്ട് കട്ട് ഉണ്ടാവും, എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യണേ, ക്ലിക്ക് ആവാഞ്ഞാൽ കിട്ടില്ല. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാം. എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വളയ്ക്കുക. ചെറുതായിട്ട് മതി കേട്ടോ. ഇനി രണ്ടാമത് നമുക്ക് എന്താ ഇങ്ങോട്ട് വളഞ്ഞില്ലേ, രണ്ടാമതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വളയ്ക്കണം. ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ രണ്ടും വളച്ചെടുക്കുക. അത്രയും മതി കേട്ടോ. നോക്കുക. അപ്പം നമുക്ക് കാണുന്നില്ല അതിൻ്റെ എന്താ പറയുക, ആ വരയ്ക്ക് അല്ലേ കുറച്ചൊന്ന് വീതി കൂട്ടി കൊടുക്കണം. അതിൻ്റെ കളറും മാറ്റണം. ഒലീവിൻ്റെ ഇല ആയതുകൊണ്ട് അതിന് തണ്ടിനൊരു പച്ച കളർ കൊടുക്കാം, വീതി ഒന്ന് കൂട്ടി കൊടുക്കണം. എടുത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും കളർ മാറ്റാൻ വേണ്ടിയും ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഓബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് നോക്കുക. ഇവിടെ സ്ട്രോക്ക് സ്റ്റൈൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വിടുത്ത് കൂട്ടാനുള്ള മാർഗ്ഗമുണ്ട്. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട, ഇവിടെ നിങ്ങൾ പ്ലസ് ചെയ്യുക. ഈ പ്ലസ് ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കൂടി വരും. നോക്കുക, ശ്രദ്ധിക്കട്ടോ. എത്ര വേണം നോക്കുക. ഒരുപാട് വിടുത്തൊന്നും വേണ്ട, ഒരല്പം വിടുത്ത് കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ എത്ര ആക്കി കൊടുത്ത് ഇത് മതി കേട്ടോ. ഇനി ഇതിൻ്റെ കളറ് മാറ്റാൻ അല്ലേ, സ്ട്രോക്കാണ്. വരയ്ക്ക് കളറ് മാറ്റണമെങ്കിൽ ഇവിടെ തന്നെ അതിനുള്ള മാർഗ്ഗമുണ്ട്. സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, പച്ച കളർ കൊടുക്കുക. അപ്പോൾ കളറായില്ലേ. ഇനി നമുക്ക് വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞത് ഷിഫ്റ്റ് പ്രസ് ചെയ്തും കൊണ്ട് താഴെ കളർ പാലറ്റിൽ നിന്ന് കളർ കൊടുക്കുക. എന്താണ്? ഒന്നാമത്തെ മാർഗ്ഗം സ്ട്രോക്ക് പെയിൻറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുക. രണ്ടാമത്തത് കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് താഴെ കളർ പാലറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായ കളർ സെലക്ട് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ വര വരച്ചു, കളർ ചെയ്തു, അതിൻ്റെ വീതി കൂട്ടി കൊടുത്തു. നെക്സ്റ്റ് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ഒലീവിൻ്റെ ഇലകൾ വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ 2 സർക്കിൾ വരച്ചിട്ട് ഈ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കണം. അതിനുള്ള മാർഗം നോക്കുക. ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഇതുപോലെ സർക്കിൾ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ രൂപത്തിൽ കിട്ടി. പിന്നെ ഇതങ്ങനെ ഒലീവിൻ്റെ തണ്ട് വരച്ചില്ലേ, ആ തണ്ടിൻ്റെ അവിടെ ഇങ്ങനെ ഓരോ ഇലകൾ കൊണ്ടൊക്കെ അതിൽ നമുക്കൊരു 6 ഇലകൾ കാണുന്നുണ്ട് അല്ലേ. നോക്കുക എങ്ങനെയാണ് ചെയ്യാമെന്ന്.
ഇല വരയ്ക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ കാണിച്ചെന്ന് എന്തായിരുന്നു, സർക്കിള്, വൃത്തല്ല കാണിച്ചെന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് പോവാം. ഇതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരല്പം താഴേക്കൊന്ന് മാറ്റിക്കട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. ഇതാ സർക്കിൾ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരയ്ക്കാം. ഈ വര ഞാൻ വരച്ചപ്പോൾ അതിന് ബോർഡർ കാണുന്നുണ്ട് അല്ലേ. ആ ബോർഡർ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വീണ്ടും ഒബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. എന്നിട്ട് ഇതാ അതിൻ്റെ വിടുത്ത് കുറയ്ക്കാൻ, ഒഴിവാക്കാൻ സ്ട്രോക്ക് സ്റ്റൈലിൽ പോയി നമ്മൾ നേരത്തെ കൂട്ടി കൊടുത്താണ്. അതവിടെ 0 ആക്കി കൊടുക്കുക. ഈ മൈനസ് ചിഹ്നം ക്ലിക്ക് ചെയ്താൽ അവിടെ 0 ആയിക്കോളും. 0 ആയി. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു കളറ്. ഇപ്പം നമുക്ക് ഇലയ്ക്ക് പച്ച കളറാണ് വേണ്ടത്. ഞാൻ പച്ച കളർ കൊടുത്ത്. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു, കോപ്പി എടുക്കുന്ന 3 രീതികൾ എഴുതിയേക്കണം, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന 3 രീതികൾ എഴുതിയേക്കണം അല്ലേ. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. തിയറി എക്സാമിന് മക്കളെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ എല്ലാം നോട്ട് ചെയ്യാം. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. റൈറ്റ് ബട്ടൺ ഡ്യൂപ്ലിക്കേറ്റ്. വേറൊരു കളർ കൊടുത്തു ഞാൻ. ഇതാ എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇതാ ഇങ്ങനെ ഈ കാണുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാത്രം കിട്ടണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണൂലത് കേട്ടോ. ഇത് നേരത്തെ നമ്മളിത് നോക്കുക, ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാവും കിട്ടുക. ഇതാ 2 വൃത്തങ്ങൾ വരച്ചിട്ട് ഇങ്ങനെ മേലെ കൊണ്ടുവച്ചതാണ് കാണാം. അപ്പോൾ നമുക്ക് ഇലയുടെ ആകൃതി ഇതിനെ കളറൊന്ന് കുറച്ചെടുക്കണം. അതായത് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഇവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ താഴേക്കൊന്ന് നോക്കുക. ഈ ഒരു ബോക്സ് ഇവിടെ അന്നേരം വരും. താഴെ ബ്ലർ എന്നതും ഒബാസിറ്റി എന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒബാസിറ്റി ഒന്ന് കുറച്ചാൽ നമുക്ക് ആ ഭാഗം മാത്രം കാണാൻ പറ്റും. നമുക്ക് വേണ്ടത് എന്താണോ നമുക്ക് ഈ കാണുന്ന ഇലയുടെ ആകൃതിയാണ് വേണ്ടത്. ഇതിവിടെ കാണിച്ചിരുന്നു. ഇനി വേണ്ടത് അത് മാത്രം കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം. അതിനൊരു മാർഗമുണ്ട്. എഴുതി വെച്ചോളാം, മനസ്സിലാക്കിക്കോളാം. സെലക്ഷൻ ടൂൾ എടുത്ത് ഈ 2 ഒബ്ജക്റ്റുകളും നമ്മൾ സെലക്ട് ചെയ്യുക. 2 സർക്കിളും കൂടെ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഒന്നേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നോക്കുക, സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടുന്ന് ഇതാ സെലക്ഷൻ ടൂൾ എടുക്കുക. 2 ഒബ്ജക്റ്റുകളും സെലക്ട് ആവണം. 2 വൃത്തങ്ങളും സെലക്ട് ആവണം. ഇതാ ഇങ്ങനെ തന്നെ സെലക്ട് ആവണം കേട്ടോ. എന്നിട്ട് പോകുന്ന മാർഗം നോക്കണേ. പാത്ത് എന്ന മെനുവിൽ ഇൻ്റർസെക്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് മാത്രം നമുക്ക് കിട്ടി. ക്ലിയർ ആയോ? എഴുതി വെക്കുക കേട്ടോ. ഇനി ഇതിനെ വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ചെറുതാക്കൊക്കെ ചെയ്യാം കേട്ടോ. ഒരല്പം ചെറുതാക്കാം. അതിൽ എത്ര വേണ്ടാന്ന് തോന്നുകയെന്ന് വെച്ചാൽ ഒരുപോലെ ചെറുതാവണമെങ്കിൽ നമ്മളെ കൺട്രോളും ഷിഫ്റ്റ് കീയും അമർത്തി പിടിച്ചിട്ടൊന്ന് ഒരനക്കൊന്ന് ഒരുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ചെറുതാവും. ശ്രദ്ധിക്കാം. ഇനി ഇതിനെ 6 ഇലകൾ വേണം അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എങ്ങനെ 2-3 രീതി നേരത്തെ പറഞ്ഞതല്ലേ, അതുപോലെ തന്നെ എടുക്കുക. റൈറ്റ് ബട്ടൺ ഡ്യൂപ്ലിക്കേറ്റ്. 1 ഞാൻ 6 എണ്ണം എടുത്തേക്കാം, 5 എണ്ണം എടുത്തേക്കാണ്. 1 അവിടെ ഉണ്ട്. 2 3 4 5 എണ്ണം മതി കേട്ടോ. 1 അവിടെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇനി ഒരു ഇല കുറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ മാർക്കൊന്നും പോകില്ല. ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. 2 3 4 5 ഓക്കെ അല്ലേ. നോക്കാം. ഇനി ഓരോന്നതിനെ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കാം. ഒരു സെലക്ട് കൊടുത്തപ്പോൾ ഇങ്ങനെയായി. ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ അരികൊക്കെ മാറ്റം വന്നില്ലേ. അപ്പോൾ ഈ നോഡിൽ ഇവിടെ ഒന്ന് പിടിച്ചെന്ന് ഒരു അനക്കം എങ്ങനെയാക്കി എങ്ങനെ വരും. അങ്ങനെ കുറച്ചൊരു അനക്കൊന്ന് ചിരിക്കാൻ ഉണ്ടല്ലേ. ഇത്ര മതി. ഇത് പുറത്തേച്ച് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിലിവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. അതാ ഇനി ഓരോ ഇലകളും ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, രണ്ടാമതൊന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. ഇങ്ങോട്ടാണ് അല്പം വളവ് വരേണ്ടതെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് ഇതാക്കുക. അതാ നിങ്ങളെ ഇല വരച്ച ഭംഗിക്കും കൊണ്ടുവയ്ക്കുന്ന രീതിക്കും ഒന്നും മാർക്ക് പോകില്ല. എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം. പിന്നെ വരയ്ക്കാനൊക്കെ എനിക്ക് കുറച്ചൊരിതാണ്. നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ നല്ല മിടുക്കന്മാരായ മക്കളായിരിക്കും നിങ്ങൾ അല്ലേ. ഇതാ സെലക്ട് ചെയ്യാം. അതിനെ പിടിച്ചിങ്ങനെ ഇവിടെ കൊണ്ടുവയ്ക്കാം. ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് വളച്ചു കൊടുക്കട്ടോ. അതാ
പിന്നെ അടുത്തത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക മക്കളെ, ചെയ്യണത് നല്ലോണം ശ്രദ്ധിക്കണേ. ക്ലിയർ ആവണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എങ്ങനെ എടുക്കണം ഒന്നുകൂടെ സാവധാനത്തിലൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഞാനത് നോക്കി അതിനനുസരിച്ച് ചെയ്യാം. വീണ്ടും അടുത്ത് സെലക്ട് ചെയ്യാതാ നമ്മളെ സൗകര്യം പോലെ അങ്ങോട്ടോ തിരിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുക. എങ്ങനെയാണ് രൂപം വരുന്നത് നോക്കാം. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. മതി. ഒന്നുകൂടെ വെക്കുക. ഇങ്ങോട്ടാണ് വളയ്ക്കേണ്ടത്, ഈ അമ്പിലെടുക്കുക കേട്ടോ. ഈ നോഡ് എടുത്താൽ മതി. ഇങ്ങോട്ടാണ് വളയ്ക്കേണ്ടതെങ്കിൽ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത് ഓരോ പാർട്സായിട്ട് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളിതിനെ ഗ്രൂപ്പ് ചെയ്യാം. സെലക്ഷൻ ടൂൾ എടുക്കുക. ഒരില സെലക്റ്റിൽ നിന്ന് ഒഴിവാകരുത്, മൊത്തം സെലക്ട് എടുക്കുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിന് ചെറുതാക്കണമെങ്കിലൊക്കെ ചെറുതാക്കാം നമുക്ക് കേട്ടോ. ഒരുപോലെ ചെറുതാകാൻ വേണ്ടിയിട്ട് കൺട്രോളും ഷിഫ്റ്റും അമർത്തി പിടിച്ചുകൊണ്ട് ചെറുതാക്കിക്കുക. ഇനി ഇതിനെ മുകളിൽ കൊണ്ടുവയ്ക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോന്നും 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അഥവാ തിയറിക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു റൗണ്ട് നോക്കണേ. ഇങ്ങനെ ഒരു റൗണ്ട് വരയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ ഈ പ്രാവിനെയോ ഒലിവിനെയൊക്കെ കൊണ്ടുവയ്ക്കണം. ശ്രദ്ധിക്കുക കേട്ടോ. അതിന് വേണ്ടി എന്താ ചെയ്യാന്ന് നോക്കാം. ആദ്യം നമ്മൾ സർക്കിൾ ടൂൾ എടുത്തിട്ട് താഴെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇത്രയൊക്കെ മതി. നമുക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം കേട്ടോ. ഇനി അതിനെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഗ്രൂപ്പൊക്കെ ഒരുപാട് ഭാഗങ്ങളിൽ ആവശ്യമുണ്ട് കേട്ടോ. റൈറ്റ് ബട്ടൺ ഡ്യൂപ്ലിക്കേറ്റ്. അതിനൊന്ന് കൺട്രോളും ഷിഫ്റ്റ് കീയും പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ചെറുതാക്കുക. ഒരുപോലെ ചെറുതാകാനാണ് കേട്ടോ. ഞാൻ അതിനൊരു വേറൊരു കളർ നൽകി. വീണ്ടും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. അതിന് വീണ്ടും ഞാൻ വേറൊരു കളർ നൽകി. വീണ്ടും കൺട്രോളും ഷിഫ്റ്റ് കീയും പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. വീണ്ടും അതിന് വേറൊരു കളർ നൽകി. ഇങ്ങനെ 4-5 സർക്കിളുണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കാൻ കേട്ടോ. നിങ്ങൾ കഴിയണത്രയും വരയ്ക്കാം. ഇത്രയും വരച്ചിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യണം. സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുക. എല്ലാ ഒബ്ജക്റ്റുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആയോ മക്കളെ? ഇതുവരെ ക്ലിയർ ആയോ? ഇതിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇനി ഇവിടെ വെച്ചിട്ട് നമുക്കിതിനെ വലുതാക്കാനൊക്കെ വലുതാക്കട്ടോ. കൺട്രോളും ഷിഫ്റ്റ് കീയും പ്രസ് ചെയ്താണ് ഇങ്ങനെ വലുതാക്കാൻ കഴിയും. കണ്ടില്ലേ? വലുതാക്കി. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ പ്രാവിനെ ഈ പ്രാവിനെ നമ്മളെ പോസ്റ്ററിൽ ഇങ്ങോട്ട് തിരിക്കലായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചേക്കണം. വൈറ്റ് കളറാക്കണം. അതിനാദ്യം വൈറ്റ് കളറാക്കുക. വൈറ്റ് കളറാക്കാൻ വേണ്ടിയിട്ട് സ്ട്രോക്കിനാണ് കളർ വരേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, വേഗം ഇവിടെ പോയാണ്ട് വൈറ്റ് കളറാക്കിയാൽ ഇത് ഫില്ലാകാണ് ചെയ്യുക കേട്ടോ. സ്ട്രോക്കിനാണ് വേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ഒന്നുകിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് താഴേന്ന് വൈറ്റ് കളർ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോയ പോലെ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയാൽ സ്ട്രോക്ക് പെയിൻറ്റിൽ നിന്ന് വൈറ്റ് കളർ. ക്ലിയർ ആയോ? ഇനി നമുക്കില്ല, ഇതിൻ്റെ കണ്ണ് മാത്രം ഇവിടെ ബ്ലാക്ക് കളർ കാണുന്നുണ്ട്. ആ കണ്ണിനെ നമുക്ക് എന്താക്കണം? വൈറ്റ് ആക്കണം. അപ്പോൾ ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കണ്ണിന് മാത്രം ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് കണ്ണ് മാത്രം ആക്കണമെങ്കിൽ നമ്മളതിനെ അൺഗ്രൂപ്പ് ചെയ്യണം. അൺഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഇത് ഓൾറെഡി സെലക്റ്റാണ്. സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ അൺഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ്? ഒബ്ജക്റ്റിൽ കേട്ടോ. എന്നിട്ട് ഈ കണ്ടില്ലേ? കണ്ണിനെ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കളറാക്കുക. അപ്പോൾ അത് കണ്ണ് മാത്രം വൈറ്റ് കളറായി. ഇനി നമുക്കിവിടെ കാണൂല, വെള്ളയിൽ വെള്ളം ഒരിക്കലും കാണൂല. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യണം ആദ്യം കേട്ടോ. ഗ്രൂപ്പ് ചെയ്യാൻ നമ്മൾ അങ്ങോട്ടും എടുത്തേക്കുമ്പോൾ അത് പാർട്സായിട്ട് മാറും കേട്ടോ. ഒബ്ജക്റ്റിൽ
ഗ്രൂപ്പ് കൊടുക്കുക, അൺഗ്രൂപ്പ് അല്ല ഗ്രൂപ്പ്. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് പിടിച്ച് ഇങ്ങോട്ട് ആക്കി വെക്കുക. എന്താ ഉള്ളതെന്ന്? യെസ്, ഇതാ. ഇനി ഇതിനെ കുറച്ചൊന്ന് വലുതാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ പ്ലസ് പിടിച്ചിട്ട് കൺട്രോളും ഷിഫ്റ്റും അമർത്തി പിടിച്ചിട്ടൊന്ന് വലുതാക്കുക കേട്ടോ. എന്നിട്ട് നോക്കേ, ഇതിനെ നമുക്ക് ഇങ്ങോട്ട് തിരിക്കണ്ടേ? അങ്ങോട്ട് തിരിക്കാൻ നല്ല ശ്രദ്ധ ഉണ്ടാവണം മക്കളെ. എഴുതിയെടുത്തോളൂ കേട്ടോ. ഓരോ കാര്യങ്ങളും മനസ്സിലാവാത്തൊക്കെ എഴുതിയെടുക്കുക. ഇനി പ്രാവിനെ സെലക്ട് ചെയ്തിട്ട്, ഇത് സെലക്ട് ആണ്, സെലക്ട് ചെയ്തിട്ട്, സെലക്ട് അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. ഇതാ സെലക്ട് ചെയ്തിട്ട് ടൂൾ കൺട്രോൾ ബാറിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കുക, ഇങ്ങനെ മൗസ് പോയിൻ്റർ എത്തിച്ച ഓരോന്നിൻ്റെ പേര് നമുക്ക് കാണിച്ചു തരും. ഇതാ ഈ ടൂളാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. മൗസ് പോയിൻ്റർ എത്തിച്ച് അതിൻ്റെ പേര് നിങ്ങൾ എഴുതിയേക്കുക. ഫ്ലിപ്പ് സെലക്ട് ഒബ്ജക്റ്റ് ഹോറിസോണ്ടലി. അതിൻ്റെ ഷോർട്ട് കട്ടും ഉണ്ട് കേട്ടോ. എന്താണ്? ഫ്ലിപ്പ് സെലക്ട് ഒബ്ജക്റ്റ് ഹോറിസോണ്ടലി. അതിൻ്റെ ഷോർട്ട് കട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ പ്രാവ് ഇങ്ങനെ തിരിഞ്ഞ് വന്നു. പക്ഷെ നമുക്ക് പ്രാവിനെ കൊണ്ടുവച്ചപ്പം പ്രാവിനെ കാണുന്നില്ല. പാർട്ട് 1 നമ്മളൊരു കുഞ്ഞ് ചതുരം വരച്ചിട്ട് ട്യൂനയിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ട്യൂനെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞൊരു മാർഗം ഉണ്ടായിരുന്നു അല്ലേ? ഒന്നുകിൽ പേജപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഓബ്ജക്റ്റിൽ റൈസ് ടു ടോപ്പ്. ഇതാ കണ്ടല്ലോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ചുണ്ടൊന്ന് കുറച്ചിങ്ങനെ എന്താ പറയുക, ഇതിനെ ഒന്നുകൂടെ ഇങ്ങോട്ട് വെക്കണം, ഇങ്ങോട്ട് കുറച്ച് വലുതാക്കി വെക്കുക അല്ലേ? കുറച്ചൊന്ന് വലുതാക്കണമെങ്കിലൊക്കെ നിങ്ങൾക്കത് വലുതാക്കാം. ഇതാ പ്രാവിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നേക്കുക. ഇനി നമുക്കിതിൻ്റെ ചുണ്ടിലാണ് എന്ത് വരേണ്ടത്? ഇതാ ഈ ഒലീവില വരണം. ഞാൻ ഈ ഒലീവില ഇവിടെ കൊണ്ടുവച്ച്, പക്ഷെ എന്തുണ്ടായി? ഒലീവില സർക്കിളിൻ്റെയും ചുണ്ടിൻ്റെ ഒക്കെ ബാക്കിലാണ് അല്ലേ? ഈ ഒലീവിലതാ എല്ലാത്തിൻ്റെയും ബാക്കിലാണ് നിൽക്കണത്. അപ്പോൾ ഈ ഒലീവിലിനെ മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇതിനെ പിടിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതാ ഇതിനെ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്ന് നമ്മളിവിടെ വെക്കുമ്പോൾ ഏറ്റവും അടിയിലാണിത് നിൽക്കണത്. അപ്പോൾ അതിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ സെലക്ഷൻ ഒഴിവാകരുത് കേട്ടോ മക്കളെ. ഒഴിവായാൽ കിട്ടൂല. റൈസ് ടു ടോപ്പ് തന്നെ കൊടുക്കുക. ഒബ്ജക്റ്റിൽ റൈസ് ടു ടോപ്പ് ഒരു പ്രാവശ്യം കൊടുത്താൽ ചുണ്ടിൻ്റെ അടുത്തേക്ക് എത്തിയില്ല. വീണ്ടും നമ്മൾ ഒബ്ജക്റ്റിൽ 2 പ്രാവശ്യം കൊടുക്കട്ടെ. റൈസ് ടു ടോപ്പ്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാ ഇനി നമ്മൾ ഇതിനെ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് മേലേക്ക് കയറ്റി കൊടുക്കുക. ഇതാ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഇത്രയും കാര്യം പോരത് എന്ത് ചെയ്യണമെന്നറിയാം? നിങ്ങൾ ഇതിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യണം. അതിന് വേണ്ടി ചെയ്യേണ്ടത് മൊത്തം ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യണം. ഇവിടുന്ന് മുതൽ മൊത്തം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഇതാ ഇപ്പോൾ ഗ്രൂപ്പ് ആയാലും മൊത്തത്തിൽ. ഇനി ഇതിനെ സേവ് ചെയ്യുക. ആദ്യം സേവ് ചെയ്ത ഫയൽ ആയതുകൊണ്ട് ഫയലിൽ സേവ് ചെയ്താൽ മതി. സേവ്. അപ്പോൾ ഇത് സേവായി. ഇനി നമുക്കിതിനെ PNG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക. പ്രിൻ്റായിട്ട് സേവ് ചെയ്ത് വരാൻ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നൽകണമെങ്കിലും പ്രിൻ്റായിട്ട് ഇത് സേവ് ചെയ്ത് വരണമെങ്കിൽ PNG ഫോർമാറ്റിലേക്ക് ആക്കണം. എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്യണം. എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്യാനൊക്കെ പറയും. അപ്പം നിങ്ങൾ നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതിയൊക്കെ എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്യുന്നതിന് PNG ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് സ്റ്റെപ്പായിട്ട് ശ്രദ്ധിച്ചോളതാ. ഫയൽ എക്സ്പോർട്ട് PNG ഇമേജ്. നോക്കാം, ഇവിടെ നോക്കട്ടോ. ഇതൊക്കെ പലതും കാണാം നമുക്കില്ല. ഇത് പേജ് മാത്രം സേവ് ആണെങ്കിൽ പേജിൽ, ചിത്രങ്ങൾ സേവ് ആണെങ്കിൽ ഡ്രോയിങ് വെച്ചാൽ എവിടെ ചിത്രം കണ്ടാൽ മൊത്തം കിട്ടും. പക്ഷെ നമുക്ക് സെലക്ഷനാണ്, നമ്മൾ സെലക്ട് ചെയ്ത് ഫുള്ളായിട്ട് സേവ് ആയി വരണം. അതിലാക്കിയിട്ട് നമ്മളിതാ എക്സ്പോർട്ടാസ് ക്ലിക്ക് ചെയ്യണം. എക്സ്പോർട്ടാസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. നമ്മൾ എവിടെ പോകണം? ഹോമിൽ, സ്റ്റുഡൻസ് വർക്ക്സ് 10ൽ, 10B ഇതാ ഇവിടെ ഈ വന്ന നമ്പറായിട്ട് ഞാൻ വായിച്ചിട്ട് പോസ്റ്റർ തന്നെ കൊടുക്കുകയാണ്. poster.png അവിടെ ഓൾറെഡി വരും. വന്നില്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പോകേണ്ട, അവിടെ ഉണ്ടായിരിക്കും. നമ്മളിത് ഇതിൽ സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പം മക്കളെ ഇത് സേവായി. അപ്പോൾ ശ്രദ്ധിക്കാം, 2 പാർട്ട് കൊണ്ട് ഇത് തീർക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പറയാണ്ട് 3ാമതൊരായി പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരും. പിന്നെ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ആദ്യം സേവ് ചെയ്ത് വെച്ച ഫയൽ അല്ലേ, ഇങ്ക്സ്കേപ്പിൽ
സേവ് ചെയ്ത SVG ഇമേജിൽ സേവ് ചെയ്ത ഫയലിനെ ഓപ്പൺ ചെയ്തു. ഇങ്ക്സ്കേപ്പിലൂടെ ഓപ്പൺ ചെയ്യാൻ പഠിച്ചു അല്ലേ. ഒരു പിക്ചർ കൊണ്ടുവരാൻ പഠിച്ചു, പിക്ചറിന് കളർ മാറ്റാൻ പഠിച്ചു, അൺഗ്രൂപ്പ് ചെയ്യാൻ പഠിച്ചു, പിന്നെ തണ്ട് വരയ്ക്കാൻ പഠിച്ചു, ഇലകൾ വരയ്ക്കാൻ പഠിച്ചു അല്ലേ. ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാൻ പഠിച്ചു, എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്യാൻ പഠിച്ചു അല്ലേ. നിങ്ങൾക്ക് ക്ലിയർ ആയോ? മനസ്സിലായോ? ടീച്ചർ എടുക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒന്നും കൂടെ ഒരു ഉഷാറാവും ക്ലാസ്സൊക്കെ എടുക്കാൻ. മനസ്സിലായ മക്കളെ? നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ടിടുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി മൂന്നാമതൊരു പാർട്ട്, ഒന്നുകൂടെ വേണം, എന്നാലും അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരാണ്ടേ. അപ്പോൾ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഓക്കെ.